അടുത്തത് നമുക്ക് പേജ് നമ്പർ 110 110 ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ലെങ്ത്സ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 8 cm ആൻഡ് 10 cm ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം 40 degree. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് ലെങ്ത് ഓഫ് ടു സൈഡ്സ് ദ സെയിം ബട്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ദം 140. ഇതാണ് ട്രയാങ്കിൾ. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ഒരു വശം, 10 സെൻറ്റിമീറ്റർ അടുത്ത വശം. ഈ രണ്ട് വശങ്ങൾ തമ്മിലുണ്ടാക്കുന്ന കോൺ എത്രയാണ്? 40 ഡിഗ്രിയാണ്. ഈ ABC എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ കാണും? പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? അര BH അല്ലേ? ബേസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ബേസ് പാത എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ B കിട്ടി 10 സെൻറ്റിമീറ്റർ. പക്ഷേ H എത്രയാണെന്ന് നമുക്കറിയോ? ത്രികോണത്തിൻ്റെ ഉയരം നമുക്ക് അറിഞ്ഞൂടാ. ഉയരം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? ഈ മൂലയിൽ നിന്ന് അതിൻ്റെ എതിർ വശത്തേക്കുള്ള പാദത്തിലേക്കുള്ള എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസാണ് എന്തെന്ന് പറയണത്? ഇതിൻ്റെ H അഥവാ ത്രികോണത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ട്രിഗണോമെട്രിയിൽ നമ്മളെപ്പോഴും എന്താണ് ഉപയോഗിക്കുക? മട്ട ത്രികോണം വെച്ചിട്ടാണ് നമ്മൾ അളവുകളൊക്കെ നോക്കുന്നത്. അപ്പോൾ ട്രിഗണോമെട്രി എന്ന് പറയുന്നത് തന്നെ എന്തിനെ പറ്റിയിട്ടാണ്? മട്ട ത്രികോണത്തിൻ്റെ കോണുകളും വശങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതൊരു മട്ട ത്രികോണമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പക്ഷെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു മട്ട ത്രികോണം കിട്ടി അല്ലേ? ഈ ഉയരമാണ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ളൊരു അളവ്. അപ്പോൾ ഈ ഉയരം കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഇത്രയും ഭാഗം മാത്രമുള്ള ത്രികോണം എടുത്തു. അപ്പോൾ അത് ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. കാരണം ഇതെന്താണ്? ഇതൊരു ലംബായതുകൊണ്ട് ഇവിടെ 90 ഡിഗ്രി. അപ്പോൾ ഇതൊരു മട്ട ത്രികോണം. ഈ ത്രികോണത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട വശം ഏതാ? CD-യുടെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ള ആംഗിൾ ഏതാ? 40 ഡിഗ്രി. ഈ 40 ഡിഗ്രിയുടെ എന്ത് വശമാണ് ഈ CD? എതിർവശം അല്ലേ? എതിർവശമാണ് CD. 8 സെൻറ്റിമീറ്റർ എന്താണ്? ഈ ACD എന്ന ഈ ത്രികോണത്തിൻ്റെ കർണമാണ് 8 സെൻറ്റിമീറ്റർ അല്ലേ? ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡാണ് കർണം. അപ്പോൾ ഈ AC എന്ന് പറയുന്നത് ഇതിൻ്റെ കർണമായിട്ട് വരും. CD എന്ന് പറയുന്നത് ത്രികോണത്തിൻ്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഉയരം. നമുക്ക് കാണേണ്ടത് CD ആണ്. അത് 40 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? സൈൻ എടുക്കണോ കോസ് എടുക്കണോ? സൈൻ എടുക്കണം അല്ലേ? കാരണം സൈൻ 40 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? CD ബൈ ഹൈപ്പോട്ടിന്യൂസ് ഏതാ? AC. അപ്പോൾ ഇതിൽ CD-യുടെ അളവ് നമുക്കറിയില്ല. അതാണ് നമ്മുടെ ഹൈറ്റ്. ബൈ AC എന്ന് പറയുന്നത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. അതാണ് സൈൻ 40. ഇനി സൈൻ 40 എത്രയാണെന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ ട്രിഗണോമെട്രിക് ടേബിൾസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു പേജ് ഉണ്ട്. ഈ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലിങ്ങനെ സൈൻ 40 ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ 0.6128 ഇതാണ് സൈൻ 40. ഇനി നമുക്ക് H കണ്ടുപിടിച്ചുകൂടാ? H കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? Hനെ ഇവിടെ നിർത്താം, 8നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. 8നെ ഈ സമത്തിൻ്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ബൈ 8 എന്ത് 8 ആവും? ഇൻറ്റു 8 ആവും അല്ലേ? ബൈ 8 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ എന്താവും? ഓപ്പോസിറ്റ് ആവും അല്ലേ? ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ അത് ഇൻറ്റു ആവും. അപ്പോൾ 8 ഇൻറ്റു 0.6128 എത്രയാണെന്ന് നോക്കുക. അതായിരിക്കും എന്ത്? ത്രികോണത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 6128 ഇൻറ്റു 8 എത്രയാണ്? 8 64, 8 16 6 22, ബാക്കി 2 8 2 10, 6 48 1 49. എത്ര കിട്ടി? അപ്പോൾ ഇവിടെ എന്തുണ്ട്? പോയിൻ്റ് ഉണ്ട്. പോയിൻ്റ് കഴിഞ്ഞാൽ എത്ര സ്ഥാനമുണ്ട്? 1 2 3 4. അപ്പോൾ ആൻസറിലും പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം കാണണം? 1 2 3 4. അപ്പോൾ പോയിൻ്റ് എവിടെ ഇടണം? 4 കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടാം. അപ്പോൾ ഹൈറ്റ് ഈക്വൽ ടു 4.9024. ഇത് മൊത്തം എഴുതണമെന്നില്ല. 4.9 ഹൈറ്റ് എത്രയാണ്? 4.9 സെൻറ്റിമീറ്റർ. ഇപ്പോൾ നമുക്ക് കിട്ടിയ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചതിൻ്റെ ആൻസർ ആയോ? ഇല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏരിയ കണ്ടുപിടിക്കാനായിരുന്നു. അതിനാണ് നമുക്ക് ഹാഫ് BH വേണം. അതിൻ്റെ H ആണ് ഇപ്പോൾ നമ്മൾ ട്രിഗണോമെട്രിക് ടേബിൾ വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഇനി ഈ H വെച്ചിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ H നമ്മൾ എത്ര എടുത്തത്? 4.9 സെൻറ്റിമീറ്റർ.
അങ്ങനെയാണെങ്കിൽ ഏരിയ പരപ്പളവ് സമം അര ബി എച്ച്. ബി എത്രയാ? ബേസ് അര ഇൻറ്റു 10 ഇൻറ്റു 4.9. 10 ഇൻറ്റു 4.9 എത്രയാ? 49 ബൈ 2. 49 ബൈ 2, 49ൻ്റെ പകുതി എത്രയാണ്? 24.5. ഏരിയ ആണ്. അപ്പോൾ എന്ത് ഇടണം? സെൻറ്റിമീറ്റർ സ്ക്വയർ. സ്ക്വയർ യൂണിറ്റിൽ വേണം എഴുതാനായിട്ട്. കിട്ടിയില്ല? ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വശങ്ങൾ 8ഉം 10ഉം തന്നെയാണ്, പക്ഷെ അവയ്ക്കിടയിലുള്ള കോൺ എത്രയാണ്? 40 അല്ല, 140 ഡിഗ്രിയാണ്. അപ്പോഴും നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം ഒന്ന് തന്നെയാണ്. എന്താണ്? ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ബി എത്രയാണ് നമുക്കറിയാം? 10 സെൻറ്റിമീറ്റർ. പാദം 10 സെൻറ്റിമീറ്റർ. എച്ച് ആണ് എപ്പോഴും പ്രശ്നം. എച്ച് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ എച്ച് കണ്ടുപിടിക്കാൻ ഇങ്ങനെയാണ്. ഇപ്പോൾ 90 ഡിഗ്രിയിൽ കൂടുതലുള്ള ആംഗിൾസ് വരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എച്ച് ഇവിടെ നിന്ന് എന്താ എച്ച് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കണം എന്താ? ഒരു മൂലയിൽ നിന്ന് എതിർവശത്തേക്കുള്ള ലംബമായിട്ടുള്ള ദൂരം, അതാണ് എച്ച് അല്ലേ? അതായത് ഒരു മൂല ഈ എ എന്ന വെർട്ടക്സിൽ നിന്ന്, മൂലയിൽ നിന്ന് ബി സി എന്ന ഈ ഒരു വശത്തേക്കുള്ള, ബി സിനെ കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കി കഴിഞ്ഞ് ബി സിയുടെ അടുത്തേക്ക് വരുന്ന ഈ ഡിസ്റ്റൻസ് എത്ര? ഈ ഒരു അകലാണ് ഈ ത്രികോണത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ഇതിന് നമുക്കിവിടെ ഡി എന്ന് ഇടാം. അപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ ഒരു ട്രയാങ്കിൾ എ ഡി ബി. എ ഡി ബി ഇവിടെ എത്രയാണ്? ഇത് 90 ഡിഗ്രിയാണ്. ഇവിടെ എത്രയാ? 8. അതായത് 8 എന്ന് പറയുന്നത് ഈ എ ഡി ബി എന്ന ത്രികോണത്തിൻ്റെ കർണമായിട്ട് വരും അല്ലേ? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വശമാണ് 8 സെൻറ്റിമീറ്റർ വരുന്നത്. അപ്പോൾ ഇത് കർണം കിട്ടി. ഇനി എന്തെങ്കിലും അറിയോ? ഇനി നമുക്കൊരു ആംഗിൾ വേണം അല്ലേ? ഒരു വശം കിട്ടി, ഒരു ആംഗിളും കൂടി കിട്ടണം. ആ ആംഗിളാണ് ഇവിടെ ഇരിക്കണേ. ഇത് മൊത്തം എത്രയായിരിക്കും? ഇത് മൊത്തം 180 ഡിഗ്രി അല്ലേ? ലീനിയർ പെയർ, രേഖീയ ജോഡി. അപ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. അതിൽ ഇത്രയും ഭാഗം എത്രയാണ്? 140 ആണെങ്കിൽ ഈ ഒരു ചെറിയൊരു ഇത് എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഒരു ആംഗിൾ 40 ഡിഗ്രിയും ഒരു വശം 8 സെൻറ്റിമീറ്ററും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് സൈഡാണ്? നമുക്ക് ഈ ചിത്രത്തിലേക്ക് നോക്കണം. ഇത് മാത്രം നോക്കിയാൽ പോരെ, ഇങ്ങോട്ടേക്ക് നോക്കണം. നമുക്ക് വേണ്ടത് എ ബി സി എന്ന ഈ ഒരു ത്രികോണത്തിൻ്റെ ഹൈറ്റാണ് വേണ്ടത്. ഹൈറ്റ് ഏതാ? എ ഡി. ഇതാണ് ഹൈറ്റ്. ഈ ഹൈറ്റ് ഇവിടെ ഈ 40 ഡിഗ്രിയുടെ എന്തായിട്ട് വരും? ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും അല്ലേ? അപ്പം നമുക്ക് ഏത് അളവെടുക്കേണ്ടത്? സൈൻ 40. സൈൻ 40 എടുത്ത ഏതാണ്? എതിർവശം ഏതാ? എ ഡി ബൈ കർണം. കർണം ഏതാ? എ ബി. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. എ ഡിയുടെ ഇത് അറിയില്ല, അതാണ് നമ്മുടെ ഹൈറ്റ്. അതിനെ എച്ച് എന്നിടാം. എ ബി എത്ര സെൻറ്റിമീറ്ററാ? 8 സെൻറ്റിമീറ്റർ. സൈൻ 40 എത്രയാ? 6.128. എച്ച് ബൈ 8. എച്ച് ഈക്വൽ ടു 8 ഇൻറ്റു 0.6128 സമം. ഇവിടെയും എച്ച് എത്ര തന്നെയാണ് കിട്ടണേ? 4.9 അല്ലേ? 4.9 സെൻറ്റിമീറ്ററാണ് കിട്ടണത്. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിച്ചാലും എന്ത് തന്നെയായിരിക്കും? കഴിഞ്ഞ ആ ഒരു കണക്കിൽ ചെയ്ത അതേ ഏരിയ. കാരണം അതിൽ ബി എന്ത് തന്നെയായിരുന്നു? 10 സെൻറ്റിമീറ്റർ ആയിരുന്നു. എച്ച് എന്ത് തന്നെയായിരുന്നു? ബി 10 സെൻറ്റിമീറ്റർ. എച്ച് എത്രയായിരുന്നു? 4.9 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച്. അതായത് 10 ഇൻറ്റു 4.9/2, അതായത് 49/2 സമം 24.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. രണ്ട് ത്രികോണത്തിൻ്റെയും പരപ്പളവ് എന്താണ്? തുല്യമായിരുന്നു. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് എ റോംബസ് ഈസ് 5 സെൻറ്റിമീറ്റർ ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ആംഗിൾസ് ഈസ് 100 ഡിഗ്രി. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. എന്താ തന്നിരിക്കുന്നത്? റോംബസിൻ്റെ സൈഡ് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. റോംബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമഭുജ സാമാന്തരികം. പാരലോഗ്രാമിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? റോംബസ് എന്ന് വിളിക്കും. അപ്പോൾ സാമാന്തരികത്തിൻ്റെ എല്ലാ വശങ്ങളും ഈക്വൽ, തുല്യ വശങ്ങളാണെങ്കിൽ അവയെ എന്തെന്ന് വിളിക്കും? സമഭുജ സാമാന്തരികം. അതാണ് റോംബസ്. അപ്പോൾ അതിൻ്റെ വശങ്ങളുടെ നീളം തന്നിട്ടുണ്ട്. എല്ലാ വശവും തുല്യമായിരിക്കും. അതുകൊണ്ട് എല്ലാം എത്ര സെൻറ്റിമീറ്റർ വീതമാണ്? 5 സെൻറ്റിമീറ്റർ വീതമാണ്. ഇനി അതിലെ ഒരു ആംഗിൾ 100 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ പ്രത്യേകത എന്താണ്?
എതിർ കോണുകൾ തുല്യമായിരിക്കും അല്ലേ. അപ്പോൾ അതിൽ ഒരു ആംഗിൾ 100 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ആംഗിൾ എത്ര തന്നെയായിരിക്കും, 100 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ എതിർ കോണുകൾ തുല്യം. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു സാമാന്തരികം വരച്ചാൽ ഇതിൽ ഏതായിരിക്കും 100 ഡിഗ്രി? ഇതായിരിക്കുമോ? ഇങ്ങനെ ഇരിക്കുന്ന ഈ കോണാണോ 100 ഡിഗ്രി ആവുക, അതോ ഇങ്ങനെ ഇരിക്കുന്ന കോണാണോ? ഇതായിരിക്കും അല്ലേ 100 ഡിഗ്രി. അപ്പോൾ ഏതായിരിക്കും? ഇതായിരിക്കും 100 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ എതിരായിട്ടുള്ള ഈ ഒരു കോണം എത്ര തന്നെയായിരിക്കും? 100 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ ഇത് 100 ഇതും 100 ആണെങ്കിൽ ഇത് രണ്ടും എന്ത് തന്നെയായിരിക്കും? തുല്യമായിരിക്കും. 100 100 200 മൊത്തം എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഒരു ക്വാഡ്രിലാറ്ററൽ ഒരു ചതുർഭുജത്തിൻ്റെ കോണുകളുടെ തുക എത്രയാണ്? 360. അതിൽ 2 കോണുകൾ നമുക്ക് കിട്ടി 200. ബാക്കി ഇനി എത്രയുണ്ട്? 160 കൂടി വേണം. ഇനി ഇത് രണ്ടും എന്താണെന്ന് അറിയാം? തുല്യമാണെന്ന് അറിയാം. തുല്യമാണ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ 160 ആണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക, 80. അപ്പോൾ ഓരോന്ന് എത്ര വീതമായിരിക്കും? 80 ഡിഗ്രി ആണല്ലോ. സംശയമൊന്നുമില്ല. ഒരു കോണ് 100 ഡിഗ്രി, അപ്പോൾ അതിൻ്റെ എതിർക്കോണും എത്ര തന്നെയായിരിക്കും? 100 ആയിരിക്കും. ബാക്കി 2 കോണുകൾ എത്ര ഡിഗ്രി വീതം വന്നാലാണ് മൊത്തം 360 കിട്ടുക? 80 80. അപ്പോൾ 100 100 80 80 അങ്ങനെ കോണ് വരും. ഇനി നമുക്ക് വേണ്ടത് ഈ സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. റോംബസിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള സമവാക്യം, റോംബസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. ബേസ് ഇവിടെ എത്രയാണ്? ബേസ് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റാണ്. അപ്പോൾ ഈ ആംഗിൾ നമുക്കറിയാം എത്രയാ? 80 ഡിഗ്രി. ഇനി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ത്രികോണത്തിലെ പോലെ തന്നെ ഒരു മൂലയിൽ നിന്ന് എതിർവശത്തേക്കുള്ള ലംബ ദൂരം, അതാണ് എന്ത്? ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസാണ് ഈ ഒരു സമഭുജ സാമാന്തരിക റോംബസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് കിട്ടി? 80 ഡിഗ്രി കിട്ടി. ഇതെന്താണ്? ലംബമാണ്, അതായത് പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണം ഇവിടെ കിട്ടിയില്ലേ. അതിൻ്റെ ഒരു സൈഡാണ് നമ്മൾക്ക് ആവശ്യമുള്ള എന്ത്? ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റാണ് ഇനി നമുക്ക് കിട്ടാനുള്ളത്. ഇതാണ് അതിൻ്റെ ഹൈറ്റ്, സാമാന്തരികത്തിൻ്റെ ഹൈറ്റ് ഇതാണ്. അത് ഈ ഒരു മട്ട ത്രികോണം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വശമായിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് പേരിടാം A B C D, ഇവിടെ E എന്ന് ഇടാം. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ട്രയാങ്കിൾ ഏതാണ്? ADE അല്ലേ, ADE. ഈ ട്രയാങ്കിളുടെ ഈ ആംഗിൾ നമുക്കറിയാം 80 ഡിഗ്രി. വശം, ഈ വശം അറിയാലോ 5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട വശം ഏതാ? ഈ വശം. ഇനി ഇതിലെ 90 ഡിഗ്രി എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ ഈ വശം എന്തായിട്ട് വരും? 90ൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന വശമാണ്. അപ്പോൾ ഇത് ഈ മട്ട ത്രികോണത്തിൻ്റെ കർണമായിട്ട് വരും. ഹൈപ്പോട്ടിന്യൂസാണ് AD എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് എന്ത് കിട്ടി? AD എന്ന് കിട്ടി. ഇനി നമുക്ക് കിട്ടിയ ആംഗിൾ ഏതാ? 80 ഡിഗ്രി. 80ൻ്റെ ഏത് വശമാണ് നമുക്ക് വേണ്ട? DE എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് അല്ലേ. 80 ഡിഗ്രി കോണിന് എതിർ വശമാണ് DE എന്ന വശം. അപ്പോൾ നമ്മൾക്ക് എടുക്കേണ്ട റേഷ്യോ ഏതാ? ട്രിഗണോമെട്രിക് റേഷ്യോ സൈൻ 80 അല്ലേ. സൈൻ 80ൻ്റെ സൈനാണ് എടുക്കേണ്ടത്. സൈൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഏത് വശമാണ്? DE ബൈ ഹൈപ്പോട്ടിന്യൂസ് AD. DE എന്ന് പറഞ്ഞാൽ എന്താ? H. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ്, റോംബസിൻ്റെ ഹൈറ്റ് ബൈ AD എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ. ഇനി ഇതിൽ നിന്ന് നമുക്ക് H കണ്ടുപിടിച്ചൂടെ? H = 5 ഇൻറ്റു സൈൻ 80. സൈൻ 80 ടേബിളിൽ നോക്കാം. 5 ഇൻറ്റു സൈൻ 80 0.9848. 5 ഇൻറ്റു 0.9848 ചെയ്താൽ എത്ര കിട്ടും? 47240. പോയിൻ്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 4 സ്ഥാനം. അപ്പോൾ ആൻസറിലും പോയിൻ്റ് കഴിഞ്ഞ് 4 സ്ഥാനം വേണം. 4.7240 ആണ് നമുക്ക് കിട്ടിയ ഹൈറ്റ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? B ഇൻറ്റു H. B എന്താണ്? B 5 സെൻറ്റിമീറ്റർ. H നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 4.7240. 4.7240 ഇൻറ്റു 5 ചെയ്യുക. 14 20, ബാക്കി 2 2 10 2 12, 35 1 36, 4 20 23. അപ്പോൾ എത്ര കിട്ടി? 23.62. എത്ര കിട്ടി? 23.62
സെൻറ്റിമീറ്റർ² കിട്ടി. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത്സ് ഓഫ് ദ ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ആർ 8 cm ആൻഡ് 12 cm ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 50 degree. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ. എന്താണ്? ഒരു സാമാന്തരികത്തിൻ്റെ വശങ്ങളല്ല തന്നിരിക്കുന്നത്, എന്താണ്? വികർണങ്ങളുടെ നീളമാണ് തന്നിരിക്കുന്നത്. ഡയഗണൽസിൻ്റെ ലെങ്ത്താണ് തന്നിരിക്കുന്നത്, വശങ്ങളല്ല. അപ്പോൾ ഡയഗണൽസ്, രണ്ട് ഡയഗണൽസ് ഉണ്ട്. രണ്ട് ഡയഗണൽസിൻ്റെയും നീളം എത്രയാണ്? ഒരെണ്ണം 8 cm, ഒരെണ്ണം 12 cm. പിന്നെ ഒരു അളവും കൂടി തന്നിട്ടുണ്ട്. എന്താണ്? ഈ ഡയഗണൽസ് തമ്മിലുണ്ടാക്കുന്ന ഒരു ആംഗിൾ 50 degree ആണ്. അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ വരച്ചിട്ടുണ്ട്. എന്താണ്? ഒരു സാമാന്തരികം. സാമാന്തരികത്തിൻ്റെ വികർണങ്ങൾ ഒരെണ്ണം 8 cm, ആ 8 cm ആണ് ഈ ഒരു വികരണം 8 cm. സാമാന്തരികത്തിൻ്റെ വികരണങ്ങളുടെ പ്രത്യേകത എന്താണ്? സാമാന്തരികത്തിൻ്റെ വികർണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും, അല്ലേ? ഇതെന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യും. ബൈസെക്റ്റ് ഈച്ച് അതർ. രണ്ട് വികരണങ്ങളും പരസ്പരം ഈക്വലി ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ 8 cm എത്രയായി? 4 ആയിട്ട് 2 ഭാഗം. അടുത്തത് 12 cm എത്രയായി? 6 ആയിട്ട് 2 ഭാഗമായിട്ട് മാറി. ഇനി സാമാന്തരികത്തിൻ്റെ വികരണത്തിൻ്റെ അടുത്ത പ്രത്യേകത എന്താ? ഇത് എന്തുണ്ടാക്കും? പിന്നെയുള്ള പ്രത്യേകത, ഈ സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ എന്താണ്? സാമാന്തരികത്തിനെ തുല്യ ത്രികോണങ്ങളായിട്ട് ഭാഗിക്കും. ഇപ്പോൾ ഈ വികരണം നോക്കിക്കഴിഞ്ഞാൽ ഈ വികരണം ഇവിടെ ഒരു ത്രികോണം, അതേപോലെ തന്നെ ഒരു ത്രികോണമായിരിക്കും ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വികരണം എടുത്തു കഴിഞ്ഞാൽ ഇതൊരു തുല്യ ത്രികോണമായിരിക്കും. ഇതിൻ്റെ തുല്യ ത്രികോണമാണ് ഇത്. മനസ്സിലായോ? അപ്പോൾ വികരണങ്ങൾ തുല്യ ത്രികോണങ്ങളാക്കി ഭാഗിക്കും സാമാന്തരികത്തിന്. അതുപോലെ അവ പരസ്പരം സമഭാഗം ചെയ്യും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കണക്ക് ചെയ്യാൻ പോണത്. ഈ തുല്യ ത്രികോണങ്ങളാക്കി, അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സാമാന്തരികത്തിൻ്റെ ഏരിയ കിട്ടും, അല്ലേ? ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിച്ചിട്ട് അതേ × 2 ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് സാമാന്തരികം, പാരലോഗ്രാമിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ത്രികോണം എടുക്കാം. ഈ ഒരു ത്രികോണം, അതാണ് പച്ച കളറിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ത്രികോണത്തിൻ്റെ ബേസ് ഏതാണ്? പാദം. ഇത് പാദം 4 + 4 8 cm നീളമുള്ള പാദം. ഇനി ഇതിൻ്റെ ഉയരം വേണമല്ലേ? നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ത്രികോണത്തിൻ്റെ ഉയരം കണ്ടുപിടിക്കണം. ഉയരം കാണാനായിട്ട് ഇവിടെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇത് തന്നിട്ടുണ്ട്. ഇത് ഉയരമാണോ? ഇത് ഉയരമല്ല. ഇതെന്താണ്? ഉയരം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? എതിർമൂലയിൽ നിന്ന് വശത്തേക്കുള്ള എന്താണ്? ലംബ ദൂരം, അല്ലേ? ഇവിടെ ലംബ ദൂരമല്ല. ഇവിടെ ഓൾറെഡി നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എത്ര ഡിഗ്രി? 50 degree എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 50 degree ആണ്. അതുകൊണ്ട് ഇതൊരു എന്തല്ല, ഇത് ഇതിൻ്റെ ഹൈറ്റ് അല്ല. ഹൈറ്റ് എപ്പോഴും കറക്റ്റ് എന്തായിരിക്കും? കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ലംബം, പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലംബം വരയ്ക്കും, ഈ പാദത്തിലേക്കുള്ള ലംബം. ഇതെത്രയാണ്? ഇതാണ് h. ഇതാണ് നമുക്കറിയേണ്ട ത്രികോണത്തിൻ്റെ ഹൈറ്റ്. മനസ്സിലായോ? ഈ ഒരു ത്രികോണത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു h ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ നീല കളറിൽ അടുത്ത ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ വരച്ചു? ആദ്യം എന്ത് വരച്ചു? സാമാന്തരികം. സാമാന്തരികത്തിന് പേര് കൊടുത്തു ABCD. ഇനി സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമ്മൾ സാമാന്തരികത്തിന് 2 വികരണം 2 തുല്യ ത്രികോണങ്ങളായിട്ട് ഭാഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിച്ചിട്ട് അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കിട്ടും. അപ്പോൾ ആ ഒരു ത്രികോണമാണ് ഇവിടെ പച്ച കളറിൽ കൊടുത്തിരിക്കുന്നത്. ഏതാണ് ത്രികോണം? ത്രികോണം BCD. ഈ ത്രികോണത്തിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിലെ ബേസ് നമുക്കറിയാം 4 + 4. ഇവിടെ എത്രയാണ്? 4 cm. അപ്പോൾ 4 × 4 8 cm. അതായത് ഈ വികരണത്തിൻ്റെ നീളം 8 cm. അതാണ് ഈ ത്രികോണത്തിൻ്റെ പാദം. ഇനി നമുക്ക് ഉയരമാണ് അറിയാത്തത്. ഉയരം കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് ത്രികോണത്തിൻ്റെ പരപ്പളവ് കിട്ടുള്ളൂ. അപ്പോൾ ഉയരം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത ത്രികോണം ഉണ്ടാക്കി. അതാണ് ഏത്? ഈ ഒരു ത്രികോണം. ഈ ഒരു ത്രികോണത്തിൻ്റെ പേരെന്താ? OEC അല്ലെങ്കിൽ ECO. ECO എന്ന് പറയുന്നത് എളുപ്പം. അപ്പോൾ ട്രയാങ്കിൾ ECO. ഇനി ഇതിൽ നമുക്ക് ഈ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആംഗിൾ നമുക്കറിയാലോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 50 degree OCE.
50 ഡിഗ്രി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് ഏതാ? സി ഇ എന്ന ഹൈറ്റ്. ഇത് ഇങ്ങോട്ട് നോക്കാം, പിന്നെ ഇങ്ങോട്ട് നോക്കാം. അപ്പോൾ സി ഇ എച്ച് അറിയാം. ഇനി ഒ സി നമുക്കറിയാം എത്രയാ? 6 സെൻറ്റിമീറ്റർ. ഇവിടെ എത്ര തന്നെയായിരിക്കും? 6. 6ഉം 6ഉം 12. ഈ വികരണത്തിൻ്റെ നീളം എത്രയാണ്? 12. ഈ വികരണത്തിൻ്റെ നീളം 8. ഈ വികരണമാണ് നമ്മൾ എടുത്ത ത്രികോണത്തിൻ്റെ പാദമായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഈ വികരണത്തിൻ്റെ ഇത് പരസ്പരം സമഭാഗം ചെയ്യുന്ന കാരണം ഒ തുടങ്ങി സി വരെയുള്ള ലെങ്ത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. നമുക്ക് ഒരു സൈഡും ഒരു ആംഗിളും കിട്ടിയില്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വേറെ ഏത് സൈഡ് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് അറിയേണ്ട സൈഡ് ഏതാ? എച്ച്. ഇനി നമ്മൾ ആദ്യം ആംഗിളിനെ നോക്കുക. ആംഗിളിൻ്റെ എന്ത് സൈഡായിട്ട് വരും ഈ എച്ച്? ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും അല്ലേ? അപ്പോൾ ഇത് ഇവിടെ എന്താണ് വേണ്ടത്? നമുക്ക് സൈൻ. ഓപ്പോസിറ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സൈൻ എടുക്കുക. സൈൻ 50 എന്താ വരും? സി ഇ ബൈ ഒ സി അല്ലേ? സി ഇ അല്ലെങ്കിൽ ഇ സി ബൈ ഒ സി. ഇ സി ബൈ ഒ സി. ഇ സി എത്രയാണ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒ സി എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. സൈൻ 50 എത്രയാണ്? സൈൻ 50 നമ്മൾ ടെക്സ്റ്റ് എടുക്കുക, അതിൽ ടേബിൾ നോക്കുക. സൈൻ 50 0.7660 0.7660 ആണ് എത്ര? സൈൻ 50. അങ്ങനെയാണെങ്കിൽ എച്ച് എന്തായിരിക്കും? 0.7660 ഇൻറ്റു ഈ 6 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 6. അതാണ് എന്ത്? എച്ച്. അപ്പോൾ 0.766 ഇൻറ്റു 6 എത്രയാ? 6 6 36, 36 3 39, 7 6 42, 3 45. ഇവിടെ എന്തുണ്ട്? 0. ഇവിടെ 0. ഇപ്പോൾ എത്ര ഇതുണ്ട്? 1 2 3 4 1 2 3 4. അതായത് എത്ര കിട്ടി? ഹൈറ്റ് 4.5960. ഹൈറ്റ് എത്ര കിട്ടി? 4.5960 സെൻറ്റിമീറ്റർ. ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കാണാം അല്ലേ? നമുക്കിനി ഏരിയ ഓഫ് പാരലോഗ്രാം എന്താണ്? ഈ ത്രികോണത്തിൻ്റെ ഹൈറ്റിൻ്റെ എന്ത്? ഡബിള്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇൻറ്റു ത്രികോണത്തിൻ്റെ ഹൈറ്റ് എന്താ? ഹാഫ് ബി എച്ച്. ഇവിടെ 2ഉം 2ഉം വെട്ടിപ്പോയി. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ബി ഇൻറ്റു എച്ച്. ബി എത്രയാ? 8. എച്ച് എത്രയാണ്? 8 ഇൻറ്റു 4 5 9 6 0. 4.5960 ഇൻറ്റു 8 ചെയ്താൽ എത്ര കിട്ടും? 0. 8 48, 9 8 72, 4 76, ബാക്കി 7. 8 5 40, 7 47, ബാക്കി 4. 4 32, 4 36. എത്ര കിട്ടി? 1 2 3 4. 1 2 3 4 സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഇവിടെ എത്ര കിട്ടി? 36.768. എത്ര കിട്ടി? ഏരിയ 36.768 എന്തെന്ന് എഴുതണം? സെൻറ്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ചു. അതിന് ശേഷം ത്രികോണത്തിൻ്റെ ഏരിയയുടെ കൂടെ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2 ചെയ്താൽ മതി. അത് ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഈ രണ്ടും ക്യാൻസലായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഹാഫ് ബി എച്ച് കണ്ടിട്ട് പിന്നെ വീണ്ടും ഇൻറ്റു 2 ചെയ്യാൻ നിൽക്കും. അപ്പോൾ അതിനേക്കാളും ഇവിടെ വെച്ചിട്ട് തന്നെ 2 ക്യാൻസലായി പോകണ കാരണം നമുക്ക് എന്ത് ചെയ്താൽ മതി? ബി ഇൻറ്റു എച്ച് കണ്ടുപിടിക്കാം. 4th question. A triangle is to be drawn with one side 8 cm long and one of the angles on it 40 degree. What is the minimum length of the side opposite this angle? എന്താ തന്നിരിക്കണം? ഒരു ത്രികോണം. ആ ത്രികോണത്തിൻ്റെ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ്, ഒരു കോൺ 40 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോണിനോട് ഓപ്പോസിറ്റ് വരുന്ന വശത്തിൻ്റെ മിനിമം ലെങ്ത് എത്രയായിരിക്കണം? ആ ഒരു ത്രികോണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റും ഉണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്ക് കുറേ വരകൾ വരച്ചിട്ടുണ്ട് അല്ലേ? ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്ക് പറ്റാവുന്ന കുറേ വരകളൊക്കെ വരച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മിനിമം ലെങ്ത് ഉള്ള വര ഏതായിരിക്കും? അതായത് ഏറ്റവും കുറവ് നീളമുള്ള വര ഏതായിരിക്കും? ഈ ഒരു നീല കളറിലുള്ള ഈ ഒരു വരയായിരിക്കും അല്ലേ? ഈ വരയുടെ പ്രത്യേകത എന്താണ്? ഇതൊരു പെർപെൻഡിക്കുലറാണ് അല്ലേ? ഈ ഒരു ബിന്ദുവിൽ നിന്ന് ഈ ഒരു വരയിലേക്ക് വരച്ച ലംബമാണ് ഈ നീല വര. മനസ്സിലായില്ല? അപ്പോൾ ഒരു ബിന്ദുവിൽ നിന്ന് ഒരു ലൈനിലേക്ക്
വരയ്ക്കുന്ന ഏറ്റവും മിനിമം ലെങ്ത്ത് എന്ന് പറയുന്നത് ആ ലൈനിലേക്ക് വരയ്ക്കുന്ന എന്തായിരിക്കും, ആ ബിന്ദുവിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിൽ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ, ഒരു ആംഗിൾ എത്രയാണ്, 40 ഡിഗ്രിയുമാണ്. അപ്പോൾ ഈ 40 ഡിഗ്രിക്ക് എതിര് വരുന്നത് എത്ര ലെങ്ത്ത്, മിനിമം എത്ര ലെങ്ത്തുള്ള സൈഡായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ 8 സെൻറ്റിമീറ്ററിൻ്റെ ഈ അറ്റത്ത് നിന്ന് ഈ ഒരു വശത്തേക്കുള്ള ഈ വരയുടെ നീളമൊന്നും നമുക്ക് തന്നിട്ടില്ല. ഈ ഒരു വശവും ഈ ഒരു ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ ഒരു സൈഡിലേക്ക് വരുന്ന ലംബമായിരിക്കും എന്ത്, മിനിമം ലെങ്ത്ത്. മനസ്സിലായോ? അപ്പോൾ ഈ 8 സെൻറ്റിമീറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു വശത്തേക്ക് വരയ്ക്കുന്ന ഒരു ലംബം, അതായത് ഇവിടെ എത്രയായിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇതായിരിക്കും ഇതിൻ്റെ മിനിമം ലെങ്ത്ത്. കിട്ടിയോ? അപ്പോൾ ഈ ഒരു ലെങ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എ ബി സി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട വശം ഏതാണ്, ബി സി. ഈ 40 ഡിഗ്രിക്ക് എതിരായിട്ട് വരുന്ന മിനിമം ലെങ്ത്ത് എത്ര, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതെന്താണ്, എ ബി സി എന്താണ്, ഒരു മട്ടത്രികോണാണ്. കാരണം എന്താ, ആംഗിൾ സി എന്ന് പറയണത് എന്താ നമുക്കറിയാം, 90 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ അതൊരു മട്ടത്രികോണാണ്, റൈറ്റ് ട്രയാങ്കിളാണ്. ഒരു സൈഡ് അറിയാം, ഒരു ആംഗിൾ അറിയാം. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, ട്രിഗണോമെട്രി എടുക്കാം. അപ്പോൾ ഇവിടെ എ ബി എത്രയുണ്ട്, 8 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇനി ആംഗിൾ എ എത്ര, 40 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി സി. ആംഗിൾ എക്ക് എന്താണ്, ഓപ്പോസിറ്റ് സൈഡാണ് ബി സി അല്ലേ. ഇനി ഈ എ ബി എന്ന് പറയുന്നത് എന്താണ്, 8 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റാണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഇതാണ് കർണം, ഹൈപ്പോട്ടിന്യൂസ് 8 സെൻറ്റിമീറ്റർ. ഇതാണ് ഈ ഒരു ട്രയാങ്കിളുടെ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? 90 ഡിഗ്രി എവിടെ ഉണ്ടെന്ന് നോക്കാം, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡായിരിക്കും ആ മട്ടത്രികോണത്തിൻ്റെ കർണം അഥവാ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 2 വശങ്ങൾ കിട്ടി, ഒരു വശവും ഒരു കോണും വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട വശം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ സൈൻ ഓഫ് 40 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ബി സി ബൈ എ ബി. ബി സി എത്രയാ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ബി സി തന്നെ ഇടാം. എ ബി എത്രയാണ്, 8 സെൻറ്റിമീറ്റർ. ഇനി സൈൻ 40 ടേബിളിൽ നോക്കാം. സൈൻ 40.6128 ഇൻറ്റു 8 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ബി സി കിട്ടും. അപ്പോൾ 0.6128 ഇൻറ്റു 8 എന്നിട്ട് 64, 2 16, 6 22, 10 49 എത്ര കിട്ടി, മിനിമം ലെങ്ത്ത് എത്രയാണ്, 4.9024 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ദ ലെങ്ത് ഓഫ് ദ sides of a rhombus is 5 centimeter and one of its angles is 70 degree. Calculate the length of its diagonals. എന്താ തന്നിരിക്കുന്നത്, ഒരു റോംബസ്, ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വശങ്ങളുടെ നീളം എത്ര, 5 സെൻറ്റിമീറ്റർ ഇതാണ്. അതിൻ്റെ ഒരു ആംഗിള് എന്താണ്, 70 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ വികർണങ്ങളുടെ നീളം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എ ബി സി ഡി എന്താണ്, എ ബി സി ഡി ഒരു സമഭുജ സാമാന്തരിക, ഒരു റോംബസ് ആണ്. എത്ര സെൻറ്റിമീറ്റർ വീതമാണ് ഇതിൻ്റെ വശങ്ങൾ, 5 സെൻറ്റിമീറ്റർ വീതം വശങ്ങളുള്ള റോംബസ്. ഇനി ഇതിൻ്റെ ഡയഗണൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു ആംഗിൾ 70 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏത് ആംഗിളായിരിക്കും, ഈ ആംഗിളാണ് 70 ഡിഗ്രി അല്ല, ഇത് 90 ഡിഗ്രീനേക്കാളും കൂടുതലാണ് അല്ലേ. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ഇത് 90 ഡിഗ്രിയിൽ കൂടുതലാണ്. അപ്പോൾ ഈ ആംഗിളായിരിക്കും എത്ര, 70 ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി റോംബസിൻ്റെ ഡയഗണൽസിൻ്റെ പ്രത്യേകത എന്താ, റോംബസിൻ്റെ ഡയഗണൽസ് പരസ്പരം ബൈസെക്റ്റ് ചെയ്യും. എങ്ങനെ ബൈസെക്റ്റ് ചെയ്യും, പെർപെൻഡിക്കുലർലി ബൈസെക്റ്റ് ചെയ്യും, ലംബ സമഭാഗം ചെയ്യും. എന്താ ലംബ സമഭാഗം എന്ന് പറഞ്ഞാൽ, ഈ ഡയഗണൽസ് വികർണങ്ങളുടെ നീളം ഇപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 4 എന്ന തുല്യമായിട്ട് ഭാഗിക്കും. അതിൻ്റെ ഒപ്പം തന്നെ അതെങ്ങനെയാണ് വന്ന് കൂട്ടിമുട്ടുക, ലംബങ്ങളായിട്ട്. അത് ഈ 90 ഡിഗ്രിയിലാണ് ഇവിടെ
മുട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ലംബ സമഭാഗം പെർപെൻഡിക്കുലർലി ബൈസെക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണെന്ന് കിട്ടി? 90 ഡിഗ്രിയാണെന്ന് കിട്ടി. ഇനി എന്താ പ്രത്യേകത? വികർണങ്ങൾ ഈ സമഭുജ സാമാന്തരികത്തിലെ കോണുകളെ ബൈസെക്റ്റ് ചെയ്യും. മനസ്സിലായോ? ഈ വികർണങ്ങൾ എന്താണ്? ഇവിടുത്തെ ഈ ആംഗിൾ ബൈസെക്ടറാണ്. ഈ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയാണെന്നറിയാം? 70 ഡിഗ്രി. റോംബസിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? 70 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ ഈ 70 ഡിഗ്രീനെ ഇത് ബൈസെക്റ്റ് ചെയ്യുമ്പോൾ ഓരോന്ന് എത്ര വീതമാവും? ഇതെത്രയാവും? 35 ഡിഗ്രി. ഇതും 35 ഡിഗ്രി. കിട്ടിയല്ലോ. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെയാണ്? എ സിയുടെ നീളവും പിന്നെ ഏതാ? ബി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ സി വികരണം, ഡയഗണൽ എ സി ആൻഡ് ബി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ സി ഇവിടെ നമുക്ക് ഒ എന്ന് കൊടുക്കാം. ഈ ഒരു പോയിൻ്റ് ഒ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒ എ ബി എന്ന ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു എന്തുണ്ട്? 90 ഡിഗ്രി ഉണ്ട്. ഇവിടെ ഒരു വശം 5 സെൻറ്റിമീറ്റർ അറിയണ വശമുണ്ട്. ഒരു ആംഗിൾ 35 ഡിഗ്രി ഉണ്ട്. നമുക്ക് ട്രിഗണോമെട്രി എടുക്കാമല്ലോ. ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. എവിടെ റൈറ്റ് ആംഗിൾ വരുന്നത്? ഈ വികരണങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? പെർപെൻഡിക്കുലർലി ബൈസെക്റ്റ് ചെയ്യണ കാരണം ഇവിടേക്ക് എന്താണ്? ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ ഒ ബി എന്താണ്? ആംഗിൾ എ ഒ ബി എന്ത് കിട്ടി? 90 ഡിഗ്രി കിട്ടി. ഇനി എ ബി എന്ന് പറയണത് എന്താണ്? ഹൈപ്പോട്ടിന്യൂസ് ആണ് അല്ലേ? ട്രയാങ്കിൾ എ ഒ ബിയുടെ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് വരും എ ബി. അതെങ്ങനെയാണ് കിട്ടിയത്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡായിരിക്കും ഹൈപ്പോട്ടിന്യൂസ്. അതുകൊണ്ട് എ ബി എന്താണ്? കർണം, ഹൈപ്പോട്ടിന്യൂസ്. അതെത്രയാണെന്ന് കിട്ടി? 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ സിയുടെ നീളമാണ്. പക്ഷേ എ സിയുടെ നീളത്തിന് പകരം നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കാം? എ ഒ കണ്ടുപിടിക്കാം അല്ലേ? എ സിയുടെ പകുതി ആയിരിക്കും എ ഒ എന്ന് പറയുന്ന നീളം. അപ്പോൾ എ ഒ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും എ സി. അപ്പോൾ എ ഒ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ 35 ഡിഗ്രിയുടെ ഏത് സൈഡാണ് ഈ എ ഒ വരുന്നതെന്ന് നോക്കാം. ഏത് സൈഡാണ് എ ഒ? എ ഒ എന്ന് പറയുന്നത് സമീപവശം അല്ലേ? 35നോട് ചേർന്നിരിക്കുന്ന സൈഡാണ് എ ഒ എന്ന് പറയുന്നത്. എ ബി എന്ന് പറയുന്നത് എന്താ? ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പോൾ എ ഒ ആണ് സമീപവശം. അപ്പോൾ നമ്മൾ ഏതെടുക്കണ്ടേ? കോസ് 35 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ ഒ ബൈ എ ബി കിട്ടും. അതുപോലെ ഈ 35ൻ്റെ എതിർവശം ഏതാ? ഒ ബി അല്ലേ? ഒ എ എന്നുണ്ട് അവിടെ. ഒ എ. ഇനി ഒ ബി ആണ്. അപ്പോൾ സൈൻ 35 എടുത്ത് എന്ത് കിട്ടും? സൈൻ 35 ഈക്വൽ ടു ഒ ബി ബൈ എ ബി. അപ്പോൾ ഒ ബി എന്ന് പറയുന്നത് എന്താ? അടുത്ത ഡയഗണലായ ബി ഡിയുടെ പകുതി ലെങ്ത്താണ് ഒ ബി. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എ സിയും ബി ഡിയുടെയും ലെങ്ത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒ എയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. കോസ് 35 ഒ എ ബൈ എ ബി. എ ബി എത്രയാണെന്നറിയാം? 5 സെൻറ്റിമീറ്റർ. കോസ് 35 ടെക്സ്റ്റിലെ ടേബിൾ തന്നിരിക്കണമെന്ന് നോക്കാം. 35 ഡിഗ്രിയുടെ കോസ് 0.8192 ഈക്വൽ. ഇതിൽ നിന്ന് ഒ എ ഈക്വൽ ടു എന്ത് കിട്ടും? ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 5 ഇൻറ്റു 0.8192 കിട്ടും അല്ലേ? ഇനി ഇത് ഇപ്പോൾ ചെയ്യണ്ട, ഇതിവിടെ നിർത്തി. ഇനി എ സി എന്ന് പറഞ്ഞതിന് എന്താ? ഒ എൻ്റെ ട്വൈസാണ് അല്ലേ? ഒ എൻ്റെ ഇരട്ടിയാണ് എ സിയുടെ നീളം വരാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒ എൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്യുക. 2 ഇൻറ്റു ഒ എയുടെ നീളം എത്രയാണ്? 5 ഇൻറ്റു 0.8192. 5 ഇൻറ്റു 2 എത്രയാണ്? 10. 10 ഇൻറ്റു 0.8192 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 10 കൊണ്ട് ദശാംശ സംഖ്യേനെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താ? ഒരു സ്ഥാനം ഇങ്ങോട്ട് നീക്കിയിട്ട് പോയിൻ്റ് ഇടാം. 8.192. എ സിയുടെ ലെങ്ത്ത് കിട്ടിയില്ല. 8.192 അല്ലെങ്കിൽ എന്തെന്ന് എഴുതാം? 8.2 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇനി അടുത്തത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒ ബി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കോസ് അല്ല എടുക്കേണ്ടത്, സൈൻ എടുക്കുക. സൈൻ 35 ഈക്വൽ ടു 35 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാണ് എന്ത്? ഒ ബി ബൈ കർണം ഏതാ? എ ബി. സൈൻ 35 നോക്കാം. സൈൻ 35 0.5736 0.5736 ഈക്വൽ ടു ഒ ബി ബൈ എത്രയാ? 5. ഒ ബി എത്രയാണ്? 5 ഇൻറ്റു
0.5736. ഇതും ഇവിടെ വെച്ച് തന്നെ നിർത്താം. എന്നിട്ട് നമുക്ക് ഒ ബിയുടെ ഡബിളാണ് എന്ത് ബി ഡി. അപ്പോൾ എന്ത് ചെയ്യണം? ബി ഡി കാണാനായിട്ട് 2 × 5 × 0.5736. 5 × 2 എത്ര? 10. 10 × 0.5736. അതായത് എന്താ? ഒരു സ്ഥാനം ഇങ്ങോട്ട് നീക്കിയിട്ട് പോയിൻ്റ് ഇടാം. 5.736 സെൻറ്റിമീറ്റർ. അങ്ങനെ എ സി ഡിയും നീളം കിട്ടി, ബി ഡിയുടെയും നീളം കണ്ടുപിടിച്ചു.